കരുവന്നൂരിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ നേതാക്കന്മാര് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 300 കോടി മാത്രം ഒന്ന് മറിച്ചു. ഇവിടെ കൊടകരയില് വർഗീയ ശക്തികള് കുഴൽപ്പണം കിടത്തി. അപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ നേതാക്കന്മാരൊരു 300 കോടി മറിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങൾക്കായി കേരയിൽ കൊണ്ടുവരുന്നില്ലേ? കേരയിൽ വന്നാൽ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വെറും 10 മിനിറ്റ്, എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് 10 മിനിറ്റ്, ആകെ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എറണാകുളത്ത് പോയി അപ്പക്കച്ചവടം നടത്താം, അപ്പക്കച്ചവടം പൊടി പൊടിക്കാം. ഇനിയിപ്പോ നിങ്ങൾ പറയും സപ്ലൈകോയിൽ സാധനങ്ങളില്ലെന്ന്. അതിനിപ്പോ എന്താ? ഇഷ്ടം പോലെ കടകൾ പുറത്തുണ്ട്. ഇവിടെ എവിടെയും വിലക്കയറ്റം. അല്ലെങ്കിൽ തന്നെ സപ്ലൈകോയിലും റേഷൻ കടകളിലും പോയി ആരാ സാധനങ്ങൾ വാങ്ങുന്നത്? ഇനി അത്ര ബുദ്ധിമുട്ട് വന്നാൽ ഒരു കിറ്റൊക്കെ തരും. ഇവിടെ ചിലർ പൗരത്വ വിഷയത്തിനെതിരെ സമരം ചെയ്തു. അവർക്കെതിരെ കേസെടുത്തതാണോ തെറ്റ്? സമരം ചെയ്താൽ കേസെടുക്കും, അതാരായാലും. സമാധാനപ്രിയരായ ഞങ്ങളെ എന്തിനാണ് വിമർശിക്കുന്നത്? കണ്ണൂരിലൊരു ബോംബ് പൊട്ടിയതിനോ? കണ്ണൂരല്ലേ, ബോംബല്ലേ, അത് പൊട്ടില്ലേ? പിന്നെ തൃശ്ശൂരിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു പറ്റിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? വെറും 4% ഉണ്ടായിരുന്ന കാർഷിക വായ്പ എടുത്തു കളഞ്ഞതാണോ ഇത്ര വലിയ തെറ്റ്? അവരെയും ഞങ്ങൾ സംരക്ഷിക്കണ്ടേ? അതൊരു തെറ്റാണോ? അതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങളങ്ങ് സഹിച്ചു. പിന്നെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുന്നേ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്ന്. ഇവിടെ ഏത് മന്ത്രിയാ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുള്ളത്? വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയിട്ടല്ല ഇവിടെ പലരും പലതും ആയത്. അതുകൊണ്ട് ആവക സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട. കേരളത്തിലെ കളികളും ഞങ്ങൾക്കറിയാം, കേന്ദ്രത്തിലെ കളികളും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വോട്ട് കെ മുരളീധരൻ. ഇനി നമ്മൾ തീരുമാനിക്കും. ഇത്തവണ കെ മുരളീധരൻ ജയിക്കട്ടെ, ഇന്ത്യ മുന്നണി നയിക്കട്ടെ.